റവാഡ ചന്ദ്രശേഖർ പുതിയ DGP IB സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പോലീസ് മേധാവിയായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. 1991 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് സംസ്ഥാന മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത്. നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയാണ്. ചുമതലയേൽക്കാൻ ഒരാഴ്ച സമയമാണ് അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത്. പ്രജിത് മോഹനനാണ് കൂടുതൽ വിവരങ്ങളുമായുള്ളത്. പ്രജിത്ത്, സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ എത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് 9:30 ഓൺലൈനായി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലായിരുന്നു സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ കുറെ ദിവസമായി റവാഡ ചന്ദ്രശേഖരന്റെ പേരുകൾ തന്നെയായിരുന്നു UPSC നൽകിയ 3 പേരുടെ ലിസ്റ്റിൽ മുൻതൂക്കമുള്ളതായി കേൾക്കപ്പെട്ടിരുന്നത്. സർക്കാരിന് ഈ കൂട്ടത്തിൽ ആരുടെ പേര് വേണമെങ്കിലും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തീരുമാനിക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്നത് റവാഡ ചന്ദ്രശേഖരന് തന്നെയാണ്. റവാഡ ചന്ദ്രശേഖരന്റെ കഴിഞ്ഞ കുറെ കാലത്തെ സർവീസ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ നിയമനത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1991 കേരള ബാച്ചുകാരനായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ കണ്ണൂർ ASP ആയിട്ടാണ് അദ്ദേഹത്തിന്റെ സർവീസ് ആരംഭിക്കുന്നത്. പിന്നീട് കൂത്തുപറമ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. പിന്നീട് കോടതിയാണ് 2012 അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും രീതിയിൽ വ്യക്തിവൈരാഗ്യം ഈ വെടിവെക്കുന്ന ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ കണ്ടുള്ള ആ രീതിയിലുള്ള കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. പിന്നീട് കേരളത്തിൽ തന്നെ അദ്ദേഹം സർവീസിൽ തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്തും റേഞ്ച് DIG ആയും പിന്നീട് SSCRBയിൽ IT-യുമായൊക്കെ കഴിവെടുത്ത ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ശേഷം 15 വർഷം നീണ്ട കേന്ദ്ര ഡെപ്യൂട്ടേഷന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. ഈ 15 വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് വളരെ പെട്ടെന്ന് വരുന്ന ഒരു സമയം കൂടിയാണ്. അദ്ദേഹം IBയുടെ അഡീഷണൽ ഡയറക്ടർ എന്ന നിലയിൽ സേവനം ആരംഭിക്കുന്നു. പിന്നീട് സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരെ ഉയർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തെ നേരത്തെ IB ഡയറക്ടറായി കൂടി പരിഗണിക്കാനുള്ള സാധ്യതയൊക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നു. അതിനിടയിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിലൊന്ന് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ഏൽപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തെ നിയമിച്ചിരുന്നത്. പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയ SPG സുരക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ സുരക്ഷാ ചുമതല അടക്കമുള്ള രാജ്യത്തെ ഒരു നിർണായക ചുമതലയായിരുന്നു റവാഡ ചന്ദ്രശേഖരനെ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചത്. ആ ചുമതല ഏറ്റെടുക്കാനിരിക്കെയാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള റവാഡ ചന്ദ്രശേഖരനെ നിയമനമുണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി അടക്കം റവാഡ ചന്ദ്രശേഖർ വന്ന് കണ്ടിരുന്നു. അതിനുശേഷമാണ് റവാഡയെ തന്നെ നിയമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് എന്നുള്ളതാണ്. സർവീസ് കാലയളവിൽ ഇപ്പോൾ ഈ കൂത്തുപറമ്പ് ഇവിടെ ഇപ്പോൾ CPM-ന്റെ ചരിത്രത്തിലെ, രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ നിർണായക സംഭവങ്ങളൊന്നാണെങ്കിൽ കൂടി അതിലുൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കരിയർ റെക്കോർഡ് വളരെ മികച്ചതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം സർവീസിലിരുന്ന സ്ഥലത്തെല്ലാം അദ്ദേഹം മികച്ച പ്രകടനം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ട്രാക്ക് റെക്കോർഡ്. ഒരിടത്തു നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റാരോപണങ്ങളൊന്നും കേൾപ്പിച്ചിട്ടില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ, സൗമ്യനെന്നും അതേസമയം തീരുമാനങ്ങളിൽ കർശന നിലപാട് സ്വീകരിക്കുന്ന ഒരാളെന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ സവിശേഷതയൊക്കെ ഈ പുതിയ നിയമനത്തിന് കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് നയചാതുര്യമുള്ളൊരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി റവാഡ ചന്ദ്രശേഖരനെ പോലെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനെ പരിഗണിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. നിലവിലത്തെ സംസ്ഥാന പോലീസ് മേധാവി ഇന്നത്തോടെ സ്ഥാനമൊഴിയുന്നു. പക്ഷേ റവാഡ ചന്ദ്രശേഖർ എന്ന് ചുമതല ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹം വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും ചുമതല ഏറ്റെടുക്കുക, ഒരാഴ്ചക്കുള്ളിൽ എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന കാര്യം. ഒന്ന്, അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ഈ പറയുന്ന സെക്യൂരിറ്റി ചുമതലയുള്ള സെക്രട്ടറി എന്ന സ്ഥാനം വഹിക്കുന്നതിനാൽ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് വിടുതൽ ചെയ്യണമെങ്കിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഔദ്യോഗികമായ അനുമതിയും ഉത്തരവും ഒപ്പും ഉണ്ടാകണം. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം നിലവിൽ സംസ്ഥാന സർക്കാർ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചുകൊണ്ടുള്ള കാര്യം അത് കേന്ദ്രത്തെ അറിയിക്കണം, UPSC അറിയിക്കണം. അതിനുശേഷം കേന്ദ്രം അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നിലവിലുള്ള തസ്തികയിൽ നിന്ന് അദ്ദേഹത്തെ വിടുതൽ ചെയ്യുകയുള്ളൂ. തുടർന്ന് മാത്രമേ അദ്ദേഹത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ പോലീസ് ആസ്ഥാനത്തെ
ADGP ആയിട്ടുള്ള S ശ്രീജിത്തിനായിരിക്കും സംസ്ഥാന പോലീസിന്റെ ചുമതല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. താൽക്കാലിക ചുമതലയെ നൽകുക. അപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയെടുക്കും. ഇനി പട്ടികയിലുണ്ടായിരുന്ന മറ്റാരെങ്കിലും കേരളത്തിലെ ഉദ്യോഗസ്ഥരെയായിരുന്നു പരിഗണിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ അവർ ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന പോലീസിലേക്ക് ഒരുപക്ഷെ റവാഡ ചന്ദ്രശേഖർ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട CPM-ന്റെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ വൈകാരിക വിഷയങ്ങളിലൊന്നായി ഉയർത്തിക്കാട്ടുന്ന കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കുചുണ്ടായിരുന്നു എന്ന് അവർ ആരോപിച്ചിരുന്നു. അല്ലെങ്കിൽ അന്ന് ആദ്യഘട്ടത്തിൽ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയായി CPM നിയമിക്കുമോ, അതിന് പാർട്ടി അനുവദിക്കുമോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ അത്തരം സംശയങ്ങളൊന്നും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും പിന്നീട് വലിയ രീതിയിലൊരു തടസ്സവാദമായി അല്ലെങ്കിൽ തടസ്സമായി മാറിയില്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസിന്റെ 41ാമത്തെ മേധാവിയായി കേരള പോലീസിന്റെ DGP-ആയി നിയമിതരായിരിക്കുകയാണ്. രാഖി. പ്രജിത്ത്, റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് തലപ്പത്തേക്ക് വന്നിരിക്കുകയാണ്. IB സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്നാണ് കേരള പോലീസ് മേധാവിയായ അദ്ദേഹം എത്തിയിരിക്കുന്നത്. 1991 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഒരാഴ്ച സമയമാണ് ചുമതലയേൽക്കാനായി അനുവദിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് പ്രജിത്ത് മോഹനനാണ്.